ആൾക്കാര് വെളിവില്ലാണ്ടും ബോധക്കേടുള്ള ആൾക്കാര് പലതും വിളിച്ചു പറയും. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം പലതും പറയും. അതിനെപ്പറ്റി പറഞ്ഞ് ആ ഒരു പേരിനോട് തന്നെ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാമെന്നതാ. ആണുങ്ങളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൈവസി ആകുമ്പോ ചെയ്യും. എവിടെയോ എന്തോ ഒരു തകരാറ്. എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ. ചെയ്യും. പക്ഷെ ഇതൊരു ചെയ്യാത്ത കാര്യങ്ങൾ പോലും വെറുതെ പറയുന്നത്, റൂമിൽ മൊത്തമാക്കി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ജെനുവിറ്റി ആണെന്ന് പുള്ളി എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. നീ ഒന്നും പണയണ്ട. ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. നീ പോ മോനെ ദിനേശ. ചുമ്മാ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ പുള്ളി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്? അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTV-യിലുണ്ട്. ഇതോടെ സാറിന്റെ അടുപ്പ് തെറിക്കുന്നു തോന്നുന്നു. പുള്ളി തെളിവെവിടെ? അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTV-യിലുണ്ട്. വെളിവ് വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാര് പലതും പറയും. നീ പറയുന്നതിനിടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. രാത്രിയല്ലേ പുള്ളി വീഡിയോ ഇടുന്നത്, പകലെന്താ വീഡിയോ ഇടാത്തത്? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അളിയൻ ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കല്ലെന്ന്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഉണ്ണിമൂന്നന്റെ പടത്തെ പറ്റി കുറ്റം പറയുന്നു, പിന്നെ എന്നെ പറ്റി പറഞ്ഞ. പക്ഷെ അവരെ കുറിച്ച് പറയുന്ന കാര്യമല്ലല്ലോ അലിൻ ജോസിനെ കുറിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് വൈറലാകാൻ വേണ്ടി പലതും പറയും പുള്ളി. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. നീ ഇനി തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. നമ്മുടെ ആറെണ്ണം വൈറലാണ്. റീച്ചിന് വേണ്ടി. അവനില്ലാത്ത പ്രശ്നം നിനക്ക്, അവൻ ഹാപ്പിയാണ്. മനസ്സിലായോ? കാരണം 5 മില്യൺ 6 മില്യൺ ആയി ഒറ്റ വീഡിയോ. മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എത്ര വ്യൂസ് ആയി? എന്നിട്ട് എത്ര വ്യൂസ് ആയി? അപ്പോൾ നമ്മുടെ അലിൻ ജോസ് പെരേര പറയുന്ന ആറാട്ടെണ്ണം വീണ്ടും റീച്ചിന് വേണ്ടി പറയുന്നതാണ്. അത് കഴമ്പില്ല പറയുമ്പോൾ മില്യൺസ് ഓഫ് മില്യൺസ് കാണാനില്ല. നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്.